കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷനാണ്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് കോൺസിക്വൻസ് ഓഫ് ആംഗുലർ മൂവ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ദ മോഷൻ ഈസ് കൺഫൈൻഡ് ടു പ്ലെയിൻ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ദ ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. We consider a particle moving under the influence of a central force. Let O be the origin of the center of the force and R is the position vector of the particle from the point O. Assume the particle moves from P1, this is the P1, at a time t. This particle moves from P1 to P2 after a time interval delta t, then t plus delta t. അതായത് ടി ടൈമിൽ P1 എന്ന പോയിന്റിലാണ് പാർട്ടിക്കിൾ ഉള്ളത്, T+Δ ടൈമിൽ അത് P2 എന്ന പോയിന്റിലാണ് പാർട്ടിക്കിൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്നുള്ള സമയത്ത് അതിൻ്റെ കോർഡിനേറ്റ് r, ആണ്. ദെൻ P2 എന്നുള്ള ടൈമിൽ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് r+Δr, θ+Δθ ആണ്. For small angles delta theta, then we consider a triangle. The area of the triangle is 1/2 r plus delta r into r delta theta ആണ്. ഇവിടെ ബേസ് r+Δr, ഓൾട്ടിറ്റ്യൂഡ് r ഡെൽറ്റ തീറ്റയാണ് വരുന്നത് ആ ആംഗിളിൻ്റെത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 1/2 r+Δr ഇൻറ്റു r ഡെൽറ്റ തീറ്റയാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? r² ഡെൽറ്റ തീറ്റ പ്ലസ് r ഡെൽറ്റ തീറ്റ. ദെൻ ദിസ് ഈസ് ദി ഏരിയ ഓഫ് ദി triangle delta A. Then delta A is equal to 1/2 r² delta theta plus r delta theta. The rate of change of the area is delta A by delta T is equal to 1/2 r² delta theta by delta T plus r delta theta divided by delta T. Then we apply in the limit delta t tending to 0, we can write limit delta t tending to 0, delta A by delta T is equal to dA by dt. Similarly for limit delta t tending to 0, delta A by delta theta by delta T is equal to theta by dt. Similarly for limit delta t tending to 0, delta r delta theta divided by delta T is equal to dr d theta by dt. Then we can write dA by dt is equal to 1/2 r² d theta by dt. ഇവിടെ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ആറും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, ഡെൽറ്റ തീറ്റയും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? നെഗ്ലക്റ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ടേം എന്ന് വരുന്നത് dA by dt ഈസ് ഈക്വൽ ടു 1/2 r² d theta by dt ആണ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്നും കൂടി പറയും. നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സിൽ ഒരു വെലോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്? v is equal to r dot വെക്റ്റർ v is equal to r dot r cap പ്ലസ് r തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്നാണ്.
ദെൻ അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻ്റ് L ഈസ് ഈക്വൽ ടു എന്താണ് R ക്രോസ് P ആണ്, അതായത് R ക്രോസ് എം വി ആണ്, R ക്രോസ് എം വി ആണ്. ദെൻ R ക്രോസ് എന്ത് വരും, R ക്രോസ് എം ഇൻറ്റു R ഡോട്ട് R ക്യാപ് പ്ലസ് R തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ വെക്റ്റർ ആർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു ആർ ക്യാപ്പാണ്, ക്രോസ് എം ഇൻറ്റു ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ് തീറ്റ ക്യാപ്. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആർ ക്രോസ് എന്താവും 0 ആവും. ആർ ക്രോസ് തീറ്റ ക്രോസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, കെ ആണ് വരിക. അങ്ങനെ ആകുമ്പോൾ ഈ ടേം എന്താവും 0 ആയിപ്പോൾ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻറ്റു എന്താണ് യൂണിറ്റ് വെക്റ്റർ ആർ ക്രോസ് ഇൻറ്റു തീറ്റ ക്യാപ് ഈസ് k cap. Then our result is m into r square theta dot k cap. Then this is in the case this is for one body problem. For two body problem, the m is replaced by a reduced mass, so we can write LZ is equal to mu r square theta dot k cap. Then LZ means in the direction of angular momentum is in Z direction, അതായത് k cap ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് Z direction ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആംഗുലാർ മൊമെൻ്റ് ഇൻ Z ഡയറക്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് LZ is equal to mu r square തീറ്റ ഡോട്ടാണ്. ദെൻ dA/dt എന്താണെന്ന് അറിയാം. dA/dt എന്ന് പറയുന്നത് 1/2 r square dθ/dt ആണ്. dθ/dt നമുക്ക് എന്ത് ചെയ്താൽ തീറ്റ ഡോട്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, LZ എന്ന് പറയുന്നത് mu r square തീറ്റ ഡോട്ടാണ്. ദെൻ ഇവിടെ dA/dt എന്ന് പറയുന്നത് 1/2 r square തീറ്റ ഡോട്ടാണ്. അങ്ങനെയാണ് LZ ഡിവൈഡഡ് ബൈ 2 mu കൊണ്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ LZ അതായത് സെൻട്രൽ ഫോഴ്സ് മോഷനിന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആംഗുലാർ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് മാസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ dA/dt എന്താണ് ആസ് എ കോൺസ്റ്റൻ്റ് ആണ് വരിക. അതായത് ഏരിയൽ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ദാറ്റ് മീൻസ് ദ ഏരിയ ട്രേസ്ഡ് ബൈ ദ റേഡിയസ് വെക്റ്റർ ഇൻ 1 second ഓർ aerial velocity dA/dt of any planet around the sun is constant. This is the Kepler's second law. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് Kepler's second law എന്താണ് പറയുന്നത്, ദ റേഡിയൽ വെക്റ്റർ സ്വീപ്പൗട്ട് ചെയ്യുന്ന ഏരിയ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നതും. എന്താണ് dt എന്നുള്ള ടൈമിൽ dA എന്നുള്ളത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ ലോ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്താണ്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റം യൂസ് ചെയ്താണ്. അതായത് കൊണ്ട് തന്നെ ഈ ലോനെ നമുക്ക് എന്ത് പറയാം, കോൺസിക്വൻസ് ഓഫ് ദി കൺസർവേഷൻ ലോസ് ഓഫ് ആംഗുലാർ മൊമെൻ്റം എന്ന് പറയാം. അതേപോലെ തന്നെ അതായത് ദ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എല്ലാ സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ കേസിലും സെയിം ആണ്. അതായത് ഓപ്പൺ ഓർബിറ്റ് ആയാലും ക്ലോസ്ഡ് ഓർബിറ്റ് ആയാലും എല്ലാ കേസിലും ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ കേസ് വരുന്ന സമയത്ത് ലോ ഓഫ് ഈക്വൽ ഏരിയ സെയിം ആയിരിക്കും. ഓപ്പൺ ഓർബിറ്റ് മീൻസ് ക്ലോസ്ഡ് ഓർബിറ്റ് എന്ന് വെച്ചാൽ സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ഓർബിറ്റാണ്. പക്ഷേ ഒരു കോമറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ഓർബിറ്റർ കൂടി തന്നെയായിരിക്കും. അതായത് വാൽ നക്ഷത്രം മൂവ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ഓർബിറ്റർ കൂടിയാണ്. ഇങ്ങനെയുള്ള ഏത് സെൻട്രൽ ഫോഴ്സിൻ്റെ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും എന്താണ് ലോ ഓഫ് ഈക്വൽ ഏരിയാസ് ആണ്, സെയിം ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ റേഡിയൽ വെക്റ്റർ സ്വെപ്റ്റ് ഔട്ട് ചെയ്യുന്ന ഏരിയ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്.